കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും ഇന്ന് പത്രിക നൽകും. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നാണ് നടക്കുന്നത്. ഏപ്രിൽ 26-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഈ വോട്ടെടുപ്പിൽ ആണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിധി എഴുതുന്നത്. നമസ്കാരം, ഞാൻ M മുകേഷ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത് രാവിലെ 11 മണിക്ക് കൊല്ലം കളക്ടറേറ്റിൽ വെച്ച് ഈ ഇലക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ഞാൻ സമർപ്പിക്കുകയാണ്. ഇലക്ഷൻ പ്രചരണത്തിലായതുകൊണ്ട് എല്ലാവരോടും നേരിട്ട് വന്ന് ഇത് ക്ഷണിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ക്ഷണമായിട്ട് കണക്കാക്കി കഴിവതും അവിടെ വന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതെനിക്ക് വലിയ ഊർജവും ആത്മവിശ്വാസവും തരും. തീർച്ചയായിട്ടും വരണം. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നു. ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ മുകേഷിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ നവമാധ്യമങ്ങളടക്കം കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പോലും പ്രചാരണത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നുണ്ട് മുകേഷിനെ പോലെയുള്ളവർ. ഇന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധ്യത? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ സാങ്കേതിക നടപടികളിലേക്ക് കടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിനം അത് ഇന്ന് ആരംഭിക്കുകയാണ്. അടുത്ത മാസം 4-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 8-ആണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം. 88 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അഭിലാഷ്, ഇടപാടിൽ ഈ സ്ഥാനത്ത് ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങുകയാണ്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയും കാസർഗോഡത്തെ NDA സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. ഒരുപക്ഷെ കൂടുതൽ സ്ഥാനാർത്ഥികളും ഏപ്രിൽ മാസത്തിലായിരിക്കും പത്രികകൾ സമർപ്പിക്കാനുള്ള സാധ്യത. 29 അവധിയാണ്, 31-നും അവധിയാണ്. 1-ാം തീയതിയും ഏപ്രിൽ 1-നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ല. നെഗോഷ്യബിൾ ആക്ട് പ്രകാരമുള്ള അവധി ദിവസങ്ങളായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്തത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിനം, സൂക്ഷ്മ പരിശോധന, അത് പിൻവലിക്കാനുള്ള തീയതി. ഇതിലേക്കെല്ലാം കടക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനകം തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരുന്നു. പിന്നീട് പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടികകൾ വന്നതോടുകൂടി വലിയ തോതിലുള്ള പ്രചരണവും വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലങ്ങളിലും നിറയുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം രണ്ടാം ഘട്ട പ്രവർത്തനം വരുമ്പോൾ കൂടുതൽ പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ ആദ്യഘട്ടത്തിൽ കണ്ടു. ഇനി വീടുകളിൽ, പരമാവധി വീടുകളിൽ പോവുക, ദേവാലയങ്ങളിലൊക്കെയും സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട്, പൊതു പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ തിരുവനന്തപുരം കേന്ദ്രീകരിക്കുമ്പോൾ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം തിരുവനന്തപുരം ഇനി എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച അതെല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. ഈ വികസന സെമിനാറുകൾ, ചർച്ചകൾ, ഡോക്ടർമാരുമായുള്ള അവരുടെ സംഘടനകളുമായുള്ള ചർച്ചകൾ, അധ്യാപകരുമായുള്ള അവരുടെ സംഘടനകളുമായുള്ള ചർച്ചകളും സെമിനാറുകളും ആ തരത്തിലുള്ള വലിയ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടികളിൽ നിന്ന് താഴെത്തട്ടിൽ ആളുകളെ മറു പാർട്ടികളിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ, ചരടുവലികൾ, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുമുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയയായ മാസപ്പടി കേസിലാണ് വരുന്നു. അതും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പത്മനാഭ വേണുഗോപാലിൻ്റെ BJP പ്രവേശം, തുടർന്ന് ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ, CAA സംബന്ധിച്ച ചർച്ചകൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ ചൂടുപിടിച്ച ചർച്ചയായി EDയുടെ വരവ് മാറിയിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏവരും ശ്രദ്ധയോടെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ മാസപ്പടി കേസിൽ ആദ്യം ആദായനികുതി വകുപ്പിൻ്റെ അന്വേഷണവും SFIO അന്വേഷണവും നിൽക്കെ തന്നെ EDയുടെ കടന്നുവരവ് അത് ഏവരും ശ്രദ്ധയോടെ കാണുന്നുണ്ട്.
വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നോട്ടീസ് അയക്കാനുള്ള സാധ്യത, അവരെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏത് നിലയ്ക്കായിരിക്കും ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോക്ക്? വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഏജൻസികൾ നേരിടുന്നുണ്ട്. BJPയുടെ കളിപ്പാവയായി മാറുന്നു. BJP ഏജൻസികളെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാൾ മുതൽ ഇവിടെ കേരളം വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ ഇടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു വാദമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. അഭിലാഷ്. റൈറ്റ്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ആണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 3 മണി വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 4 വരെയാണ് കാലാവധി. 5-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുന്നതോടെ വീണ്ടും പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ്